നല്ലോണം കുക്ക് ചെയ്യുന്നു, നല്ലോണം കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നു. താൻ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? ഇതിനാണ് ഞാൻ അഭിനയം എന്ന് പറഞ്ഞതെന്ന് ഷാരിക ശൈത്യയോട് വന്ന് പറയുകയാണ്. അനുമോളടുത്ത് വഴക്കിട്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ശൈത്യയോട് പറയുകയാണ്. ഇവരെല്ലാം കൂടെ കൂട്ടം ചേർന്ന് അനുമോളെ ആക്രമിക്കുകയാണ്. ശരിക്കും തിരിച്ചു വന്ന ഇവരെല്ലാവരും കൂടെ കപ്പ് വാങ്ങി അനുമോളുടെ കൈ കൊടുക്കാനാണെന്ന് തോന്നുന്നു. അറിയില്ല, അത്ഭുതമാണ്. പാചകറാണി KB ശാരികയുടെ വർത്തമാനമാണ്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് നിവിനും ശൈത്യയും. എന്നിട്ട് ശൈത്യ പറയാണ്, നമ്മളെയൊക്കെ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞ്. അപ്പം നിവിൻ പറയാണ്, ഞാൻ നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ശൈത്യയെ പറ്റി പറയും, തക്കാളി ചട്നിയുടെയൊക്കെ പറ്റി പറയും. സാഹചര്യങ്ങൾ ചിലപ്പോൾ അനാവശ്യ കാര്യങ്ങളെ കൊണ്ടുവന്നിടും. കഴിവതും ഞാൻ പോയവരെ പിന്നീട് അങ്ങോട്ട് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുമെന്ന് നിവിൻ പറയുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞ്, അവർക്കൊരു ലൈഫുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാറേ ഇല്ല. പോയവരെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ല, നിവിൻ പറയുകയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പുറത്തെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പോയവർക്ക് തിരിച്ച് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇവിടെ കിടക്കുന്നവർക്ക് പോയവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. പക്ഷെ പോയവർക്ക് തിരിച്ച് വന്ന് ഇതെല്ലാം ചെയ്യാം. ശാരികയൊക്കെ ഇത്ര വിഷമാണെന്ന് അറിയില്ല. ശാരികയൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അയ്യോ ശാരികയൊക്കെ നല്ലൊരു ഇതായിരുന്നു. എന്തിതാണെന്നാ ഇവരെല്ലാം ബിഗ് ബോസ് തുടങ്ങിയ കാലം പോലെ ഉള്ളതാണ്. കുറച്ച് പേര് പോസിറ്റീവ് സൈഡിൽ ഒരു ഗ്യാങ് ആവും, കുറച്ച് പേര് നെഗറ്റീവ് സൈഡിലൊരു ഗ്യാങ് ആവും. ഈ പ്രാവശ്യം വന്ന എന്താണെന്ന് വെച്ചാൽ, എടുത്തതിൽ ഒരു 10% ഉണ്ടെങ്കിൽ അതിൽ 8% നെഗറ്റീവ് ആൾക്കാർ തന്നെയാണ്. ബാക്കി ഒരു 2% മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ആൾക്കാർ. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് എല്ലാം കൂടെ പോയതും നിന്നതും എല്ലാം കൂടെ അനുമോടെ മണ്ടയ്ക്കോട്ട് കയറുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.